നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, പുതുതലമുറയ്ക്ക് കേരളം വേണ്ടാതായി, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, പുതിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തെ വേണ്ടാതായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കില്ലല്ലോ. പക്ഷെ അതാണ് സത്യം. അത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. കാരണം കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുന്ന ഒരു തള്ളിന് യാതൊരു കുറവുമില്ല ഈ നാട്ടിൽ എന്നിരിക്കെ ഈ തള്ള് വെറും തള്ള് മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള പല വിവരങ്ങളും പുറത്തു വന്നാലും നമ്പർ വൺ കേരളം എന്ന തള്ള് കേൾക്കുന്നതിന് ഒരു കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തന്നെ കേരളത്തിൽ എത്ര ശതമാനം സീറ്റുകളായിരുന്നു ബിരുദത്തിന്റെ സീറ്റുകൾ? നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള 4 യൂണിവേഴ്സിറ്റികളിലെല്ലാം 42% ബിരുദ സീറ്റുകളായിരുന്നു ഒഴിഞ്ഞു കിടന്നത് എന്ന വസ്തുത, സത്യസന്ധമായുള്ള വസ്തുത ആർക്കൊക്കെ അറിയും എന്നുള്ളതാണ് ചോദ്യം. ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഇരിപ്പുണ്ട്. ഈ മൊബൈലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. കേരളത്തിൽ എത്ര ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് മാത്രം നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. അതിൽ കാണിച്ചു തരും കേരളത്തിൽ 42% സീറ്റുകൾ, ബിരുദ സീറ്റുകൾ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളിലായിട്ടുള്ള ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടുക. ഇനി ഈ യൂണിവേഴ്സിറ്റികളിലുള്ള സീറ്റ് എങ്ങനെയൊക്കെയാണ് ഒഴിഞ്ഞു കിടക്കുന്നുള്ള കണക്കൊക്കെ കിട്ടും. അതെങ്ങനെ വരുന്നത് അറിയാമോ? ഇപ്പോ MG സർവകലാശാല എടുക്കാം. അവിടെ വരുന്നത് ആകെ സീറ്റ് വരുന്നത് 35,821. ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് പ്രകാരം അല്ല ഇത് വായിക്കുന്നത്. ഇത് കൃത്യമായിട്ടും മലയാളം എഴുത്തും വായനയും അറിയുന്ന ആളുകളാണ് വായിക്കുന്നത്. അതുകൊണ്ട് 35,821. എന്നാൽ പ്രവേശനം നേടിയത് എത്രയെന്ന് അറിയാമോ? 21,847. അതായത് ഒഴിവ് 13,974. ഏകദേശം 14,000 സീറ്റാണ് ഈ MG സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദത്തിന് ഒഴിഞ്ഞു കിടക്കുന്നത്. അതായത് കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു 70-നും 80-നും ഒക്കെ ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളൊക്കെ ഡിഗ്രിക്കൊക്കെ ചേരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾക്കൊന്നും സീറ്റ് കിട്ടാതെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ. എന്നെ കാണുന്ന പ്രേക്ഷകരിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ നെട്ടോട്ടം ഓടിയിട്ടുണ്ട്. ആയിരങ്ങൾ കൈക്കൂലിയൊക്കെ വാങ്ങി സീറ്റുകൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ കണ്ട് നമുക്ക് കൈക്കൂലി കൊടുക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിലൊക്കെ വിഷമിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും ഇതുപോലെ ഡിഗ്രിയൊക്കെ സ്വകാര്യ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂരിലുള്ള ഒരു ക്ലാസിക് കോളേജ് ഉണ്ട്. ഈ ക്ലാസിക് കോളേജിലാണ് ഞാൻ എന്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതും. ആ സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ വീടുകളിലൊക്കെ പെയിന്റിങ്ങിന് പോയിട്ടും അതല്ലെങ്കിൽ തൊട്ടടുത്ത എസ്റ്റേറ്റിൽ ഉച്ചവരെയൊക്കെ ഉച്ചപ്പണിക്ക് പോവുകയൊക്കെ ചെയ്യും. കൈക്കോട്ട് കള തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അത്തരത്തിൽ എല്ലാ ജോലിക്കും പോയിക്കൊണ്ടാണ് ഞാൻ എന്റെ ഡിഗ്രി പഠനമൊക്കെ പൂർത്തിയാക്കിയത്. 2001 എന്റെ പഠനം പൂർത്തിയാക്കിയത്. പക്ഷെ ആ ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം അന്നത്തെ ഡിഗ്രിയും ഇന്നത്തെ ഡിഗ്രിയും തമ്മിലുള്ള ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഈ കുട്ടികൾ എന്തുകൊണ്ട് ഈ നാട് വിട്ടു പോകുന്നു എന്നുള്ളതിന്റെ വലിയൊരു വസ്തുത ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം, പഴയ കാലത്തെ ഒരു 60-ഉം 70-ഉം വയസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ 5ാം ക്ലാസ്സോ അല്ല 6ാം ക്ലാസ്സോ ഒക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കാം. അവർ സംസാരിക്കുന്ന മലയാളം, അതല്ലെങ്കിൽ അവർ എഴുതുന്ന മലയാളം ആയിക്കോട്ടെ, അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എഴുതുന്ന ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കുട്ടിക്ക് തന്റെ പേര് പോലും മാതൃഭാഷയിൽ മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ. അത്രയ്ക്കുണ്ട് ഈ തള്ള് കേരളത്തിലെ വിദ്യാഭ്യാസ നയവും നമ്മുടെ സംസ്കാരവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്ത ഇത് നോക്കാം. കാലിക്കറ്റ് സർവകലാശാലയിൽ എത്രയാണെന്നറിയാമോ? ആകെ സീറ്റ് വരുന്നത് 55,644. അതിൽ പ്രവേശനം നേടിയത് 25,292. അതായത് ഒഴിവ് 30,352. ഇതിൽ 2ാം സ്ഥാനം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേട്ടോ. 1ാം സ്ഥാനമുള്ളത് കണ്ണൂർ സർവകലാശാലയാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ വരുന്നത് ആകെ സീറ്റ് 92,501. അതിൽ പ്രവേശനം നേടിയത് 59,935. ഒഴിവ് വരുന്നത് 32,566. ഏറ്റവും നമ്പർ 1 കണ്ണൂർ സർവകലാശാലയ്ക്ക് തന്നെയാണ്. അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് 32,566. ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിൽ വരുന്നു.
ആകെ സീറ്റ് 23,149 അതിൽ പ്രവേശനം നേടിയത് 14,489, ഒഴിവ് 8,660. ഇങ്ങനെ 4 സർവകലാശാലകൾ. അതിലെ ചെറിയൊരു മാറ്റം വന്നത് കണ്ണൂർ സർവകലാശാലയല്ല നേരത്തെ പറഞ്ഞത്, കാലിക്കറ്റ് സർവകലാശാലയിലാണ് ഈ 92,501 അതില് 59,935 പ്രവേശനം നേടി. ബാക്കി ഒഴിവ് വന്ന് കിടക്കുന്നത് 32,566. കണ്ണൂരിലാണ് കേട്ടോ ഏറ്റവും കുറവ് സീറ്റ് ഉള്ളത്. അത് തിരുത്താൻ അപേക്ഷ. ആകെ സീറ്റ് 23,149. പ്രവേശനം നേടിയത് 14,489. ഒഴിവ് വന്നിരിക്കുന്നത് 8,660. ഇത്തരത്തിലാണ് ഓരോ സർവകലാശാലയ്ക്ക് കീഴിലും ഈ പറയുന്ന ബിരുദ സീറ്റുകളിൽ ഒഴിവ് വന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം 85,500 ചില്ലാനുമാണ് വരുന്നത്. അതിന്റെ കൃത്യമായ കണക്ക് 85,552 സീറ്റുകളാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ 4 സർവകലാശാലയിൽ കേരളത്തിലെ ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇത് മറ്റെവിടെയല്ല, നമ്മുടെ കേരളത്തിലാണ്. പ്രബുദ്ധത കൊണ്ടും പിന്നെയോ വിദ്യാസമ്പന്നത കൊണ്ടും 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പരസ്യം നൽകുന്ന LDF വരും എല്ലാം ശരിയാക്കും, എല്ലാരെയും ശരിയാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടം വിട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമുള്ളൂ. ഇന്ന് നമ്മുടെ സർവകലാശാലകളിൽ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്ന നവോത്ഥാനം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ നമ്മളായിട്ടുള്ള രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ കേരളത്തിലെ കലാലയങ്ങളിലേക്ക് വിടാൻ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന ഒരു തെളിവ് തന്നെയാണ് ഈ 85,552 സീറ്റുകൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ബിരുദത്തിന് 4 സർവകലാശാലകളിലായി ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള ആ ഭീകരത. ഇതൊന്നും പറഞ്ഞാൽ മലയാളിക്ക് വലിയ ഭീകരത ഒന്നുമല്ല. കാരണം മലയാളിക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഇട്ടുകൊണ്ടും ലൈക്ക് അടിച്ചുകൊണ്ടും ഷെയർ ഇട്ടുകൊണ്ടും ഉള്ള സമയം തീർക്കുക. പിന്നെയോ ബാക്കിയുള്ള സമയം അന്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു കുപ്പി മദ്യം വാങ്ങുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ വേറെ വല്ല മാർഗങ്ങളും. പിന്നെയോ ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുറയെ ഭയപ്പെടുത്തുന്ന ലൈംഗികത കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളെ എങ്ങനെയാണ് വരും നാളുകളിൽ നമ്മൾ സംരക്ഷിക്കാനാവുക നമുക്ക് എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഇത്ര കണ്ടുള്ള മ്ലേച്ഛകരമുള്ള സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയെ മാറ്റിയിരിക്കുന്നു, നമ്മുടെ സംസ്കാരം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 85,552 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളിക്ക് ഒരു ഞെട്ടലും ഉളവാക്കാത്ത രീതിയിലേക്ക് മലയാളിയുടെ തലച്ചോർ പണയം വെക്കപ്പെട്ടിരിക്കുന്നു, മലയാളിയെ തന്നെ പണയം വെച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് രാഷ്ട്രീയവും ജാതിയും മതവും ഉപയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടി വിധിക്കപ്പെട്ട ഈ മലയാളി എന്നിരുന്നാലും പറയുന്നത് ഞങ്ങൾ നമ്പറുമുണ്ടാണ്, ഞങ്ങൾ പ്രബുദ്ധരാണ്, പിന്നെ ഞങ്ങൾ സാക്ഷരരാണ്, 100% സാക്ഷരരാണ് എന്നാണ്. എന്തായാലും അന്യ സംസ്ഥാനക്കാർ വരെ ഈ കേരളത്തിലുള്ള ഈ മണ്ടൻ മലയാളി, ഈ അടിമ മലയാളിയെ ട്രോളിക്കൊണ്ട് രംഗത്ത് വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്നവൻ ഈ നാട് ഭരിക്കുമ്പോൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഏതോ ചായക്കടയിൽ നിന്ന് പറയുന്ന പഴംപൊരി പൊതിഞ്ഞ കടലാസ് വായിച്ച് ആ പഴംപൊരി പൊതിഞ്ഞ കടലാസിലെ ആ ഒരു നറുക്കെടുപ്പ് ചീട്ട് പോലെ എവിടെയോ പോയിട്ട് LLB ഉണ്ട്, മറ്റതുണ്ട്, ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ എഴുത്തും വായനയും പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഭരിക്കുന്ന ഈ നാട്ടിൽ ഇതല്ലാതെ മറ്റെന്ത് എന്ന വലിയ ചോദ്യം മാന്യപ്രേക്ഷകർ എന്ന് ചോദിച്ചു തുടങ്ങുന്ന, എന്ന് ഈ മണ്ടൻ മലയാളി ബുദ്ധി ഉദിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന അന്നേ ഈ കേരളത്തിന് രക്ഷയുള്ളൂ. അന്നേ ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്മാരുടെ കൈകളിൽ അകപ്പെട്ട ഈ നാടിനെ നമ്മൾക്ക് തിരിച്ചെടുക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.